എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഞങ്ങൾ പള്ളിയിൽ പോകാനായിട്ട് നിൽക്കുകയാണ്. 8 മണിക്കാണ് കുർബാന. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കുട്ടികളുടെ തിരുനാളാണ്. അപ്പോൾ LKG തൊട്ട് 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് അത് നടത്തേണ്ടത്. അവരാണ് ബൈബിൾ വായനയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി തന്നേക്കണത് എനിക്കാണ്. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഞങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പോയിട്ട് ഇപ്പോൾ 7:30 ആയിട്ടുള്ളൂ. 7:30ക്ക് പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് വേണം കുട്ടികളെ കൊണ്ടുവരാൻ. അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന് തന്നെ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ പള്ളിയിൽ ചെന്ന്, പള്ളി നമ്മുടെ ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ. കുറച്ച് ദൂരമുള്ള ഒരു 5 മിനിറ്റത്തെ വഴിയുള്ള നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളിയുടെ ഗേറ്റ്. അപ്പോൾ പള്ളിയുടെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി തയ്യാറാക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സിസ്റ്റേഴ്സ് ഉണ്ട്. സിസ്റ്റേഴ്സ് അവിടെ റോസപ്പൂവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫാദറിന് കൊടുക്കാനുള്ളത്. പിന്നെ മെഴുകുതിരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഇതേപോലെ കുട്ടികളല്ലേ, അപ്പോൾ അവരുടെ കൈ പൊള്ളാണ്ടിരിക്കാനായിട്ട് ഇതേപോലെ പേപ്പറൊക്കെ കട്ട് ചെയ്ത് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയി. അപ്പോൾ അത് സിസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ജോലി എൻ്റെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ശരിയാക്കി വെച്ചു ഞാൻ. പിന്നെ അനിക്കേത്താണ് ബൈബിൾ വായന കേട്ടോ. ഫസ്റ്റ് റീഡിങ് അവൻ്റെയാണ്. പിന്നെ കുട്ടികളൊക്കെ കുറേ കുട്ടികളുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയായിരുന്നു അവർ വരുന്നത് കാണാനായിട്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. കൊച്ചുമക്കളെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അന്ന് മെഴുകുതിരിയൊക്കെ കത്തിച്ച് മുന്നിലോട്ട് വരുന്നത്. बच्चों को प्रभु के हाथों में सौंप देते हैं। प्रभु की आशीष उन पर बनी रहे ताकि वे अपने माता पिता के आज्ञाकारी बनकर अपने जीवन के लक्ष्य तक पहुंच जाएं। पहला पाठ मूसा के संहिता में कोड़ियों के विषय में जो नियम लिखे हैं वे यीशु के समय भी लागू थे। इसलिए यीशु ने कोड़ी को शुद्ध करने के बाद उससे कहा कि वह अपने को याजकों को दिखाए। लेवी रथ कोड़ी अलग रहेगा, वह शिविर के बाहर निवास करेगा। प्रभु ने मूसा और हारून से यह कहा, यदि किसी के बाहर निवास करेगा। यह प्रभु की वाणी है। आपका वाक्य होगा, हे प्रभु तू मेरा आश्रय है। ट्रायल ना
रुक जाओ ले जाएगी पूर्वानुमान आपका क्या है, आज देखते हैं। कहीं भी कोई बात नहीं, कोई बात हो गया कोई जबरदस्त नहीं, निकालेंगे लिस्ट निकालेंगे। और इस बार नया शहर मुंबई। वही हुआ जिसका खतरा था, मुंबई। चलो कृतिका फर्स्ट। Classes 10 to 12, Bombing the City. First prize, Kritika Linson. Second prize, Ashish Purti. और थर्ड प्राइज अल्फ्रेड राज. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പള്ളിയിൽ തന്നെയായിരുന്നു കേട്ടോ. അതാദ്യമേ തന്നെ ഫാദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ വെജ് ആയിരുന്നു. ഒരു കുക്ക് വരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ വെജ് ആയിരുന്നു. അപ്പോൾ പൂരി ഉണ്ടായിരുന്നു, മിക്സ് വെജ് കറി ഉണ്ടായിരുന്നു, ഗ്രേവി ടൈപ്പാണ്, പിന്നെ കോഴിമുട്ട ഉണ്ടായിരുന്നു, ഗുലാബ് ജാമുൻ. ഇതൊക്കെ ആ ഗുലാബ് ജാമുനൊക്കെ ഈ കുക്ക് തന്നെയാണ് ഉണ്ടാക്കുക കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ഏത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഈ കുക്ക് വരും, ഉണ്ടാക്കും. നമുക്കങ്ങനെ കുറേ അങ്ങോട്ട് ഹെൽപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആൾ നല്ല എക്സ്പേർട്ടാണ്. പിന്നെ കോഫി ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് കോഫിയൊക്കെ കുടിക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോഫി ആദ്യമേ കൊടുക്കണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഗെയിംസൊക്കെ കഴിഞ്ഞ് എല്ലാ കുട്ടികൾക്കും പ്രൈസ് കിട്ടിയ കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം കുട്ടികളാണ് പോവുക. കുട്ടികൾ പോയി വാങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് വലിയവർ. എല്ലാവരും ലൈനായിട്ട് നല്ല ശാന്തതയോടുകൂടി തന്നെയാണ് പോവുക കേട്ടോ. അല്ലാണ്ട് തിക്കും തിരക്കും ബഹളമൊന്നുമില്ല. നല്ല ശാന്തതയോടുകൂടി പോവും. അപ്പോൾ അങ്ങനെ വരിയായിട്ട് ഞങ്ങളും പോയി വാങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് നല്ലതായിരുന്നു കേട്ടോ. കാരണം നല്ല ചൂടുണ്ടായിരുന്നു. പൂരിയൊക്കെ അപ്പം തന്നെ ഉണ്ടാക്കണ കാരണം നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ കറിയും തണുപ്പ് കാലത്ത് നമുക്ക് ചൂടോടുകൂടി കഴിക്കാനല്ലേ ഇഷ്ടമുണ്ടാവുക. പിന്നെ ഇവിടെ പൂരി പരത്തുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ നമ്മുടെ പോലെ ഇങ്ങനെ തിന്നായിട്ടൊന്നും പരത്തില്ല. നല്ല ഒരു 2 പരത്തും അങ്ങനെയാണ്. അപ്പം കട്ടിപ്പൂരി ആയിരിക്കും. അതല്ലാതെ നല്ലോണം വീർക്കും. പക്ഷേ അതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചൂടുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. എല്ലാവരും പറഞ്ഞു നല്ല അടിപൊളിയായി. സാധാരണ നോൺ വെജൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇതിനു മുമ്പത്തെ ക്രിസ്മസ് ട്രീ പ്രോഗ്രാമിന് നോൺ വെജ് ആയിരുന്നു. അപ്പോൾ പിന്നെ അടുപ്പിച്ച് തന്നെ ഇങ്ങനെ പരിപാടികളാവുമ്പോൾ നോൺ വെജ് വേണ്ട, വെജ് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു. പക്ഷെ നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും കൂടി, മക്കളും ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഗിഫ്റ്റ് കിട്ടിയ കുട്ടികൾക്ക് അതും സന്തോഷം. അങ്ങനെ എന്തായാലും അടിച്ചു പൊളിച്ച് ഞങ്ങളുടെ ഇന്നത്തെ ദിവസം എനിക്ക് തന്ന റെസ്പോൺസിബിലിറ്റി നന്നായിട്ട് എനിക്ക് ചെയ്യാനും പറ്റി. അപ്പോൾ അതൊരു സന്തോഷം. അങ്ങനെ ഞങ്ങളിപ്പോൾ അതേ വീട്ടിലെത്തി. ചർച്ചിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു, ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഗെയിംസിൽ കൃതിക്ക് കിട്ടിയില്ലേ? ബോംബ് വീണേന്ന് ഇവള് രക്ഷപ്പെട്ടു. കൃതിക രക്ഷപ്പെട്ടു. അനിക്കത്തിന് അതല്ലല്ലോ പറഞ്ഞാൽ അനിക്കത്തിന് വേറെ ഗെയിമായിരുന്നു. പക്ഷെ കിട്ടിയില്ല അല്ലേ? അങ്ങനെ അപ്പോൾ അടിപൊളി പരിപാടികളായിരുന്നു. കുറേ പിള്ളേരുണ്ടായിരുന്നു. നല്ലോണം ബുദ്ധിമുട്ടായിരുന്നു. ഒക്കെ ഈ ചെടുങ്ങ് പിടുങ്ങുന്നുള്ള കുട്ടികളായതുകൊണ്ടേ ഇവിടെ നിൽക്കുന്നു പറഞ്ഞാൽ അങ്ങോട്ട് ഓടും, അവിടെ നിൽക്കുന്നു പറഞ്ഞാൽ ഇങ്ങോട്ട് ഓടും. അങ്ങനത്തെ ഇതായിരുന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു. നല്ല അടിപൊളിയായി പരിപാടി. അനിക്കേത്ത് പാഠം വായിച്ചു, നല്ല സൂപ്പറായിട്ട് വായിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.